സർ, ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള GST നഷ്ടം ഉണ്ടാവുമെന്നാണ്. ഇപ്പോൾ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് GST ഇല്ല. എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് GST ഉള്ളത്. അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത്. അതിന് തന്നെ സർ IGST കിട്ടും. കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ IGST കിട്ടുന്നതാണ്. ₹1 പോലും ടാക്സ് ഇനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല. സാർ, എൻ്റെ ചോദ്യം, ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ IOCയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ്. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്? മിനിസ്റ്റർ. സാർ, ഒന്നാമത്തെ കാര്യം GSTയുടേതാണ്. GST മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് GST ഇല്ലാത്തത്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. അതേസമയം എത്തനോളിന് GST ഉണ്ട്. 5% GST ഉണ്ട്. 18% ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി പ്രകാരം കുറച്ച് 5% കുറച്ചതാണ്. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായൊരു പെശക്, കേരളത്തിലേക്ക് വരുന്ന എത്തനോളിൻ്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ്. നേരെ തിരിച്ചാണ് സർ. മദ്യനിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ENAയുടെ അളവിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലേക്ക് 4 പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ. 4 വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അത് 3 ഇരട്ടിയാണ്. മദ്യത്തിന് വരുന്നത് 9.21 കോടി ലിറ്റർ. ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത്, ENA വന്നത് 9.21 കോടി ലിറ്റർ. ഈ എത്തനോൾ വന്നത് 30.26 കോടി ലിറ്റർ. ഇപ്പോൾ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഇനി ഈ 5% GST എത്തനോളിന് ഉണ്ടാവുന്നത്, ചുമത്തുന്നത്, നമുക്ക് നഷ്ടം വരുന്നത്, പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം 100 കോടിയിലധികം രൂപയാണ്. ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് 100 കോടി എന്നത്. മാത്രമല്ല 2030 ആകുമ്പോഴേക്കും ബ്ലെൻഡിങ് 30%, 25% ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പോൾ 30 കോടി എന്നത് 75 കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു 6000 മുതൽ 10000 കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും, കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ, സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ്, എത്തനോൾ എന്നിവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 23-24 മദ്യനയത്തിൻ്റെ ഖണ്ഡിക 24 വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ, അതുപോലെ തന്നെ ബ്രൂവറികൾ, എത്തനോൾ നിർമ്മാണ പ്ലാന്റ്, സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോൽപാദനം, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട്. സർ, മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം. കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു പ്രധാന നയമാറ്റമാണ്. ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ബഹുമാന്യരായിട്ടുള്ള 2 നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ്. ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നത്. സാർ, രണ്ടാമത്തെ കാര്യം, ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ, സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ, എന്താണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും
അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിൻ്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ. അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റാണ്. ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്.